എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു തിരുവനന്തപുരം നഗരവാസിയായ എനിക്ക് ഇപ്പോഴത്തെ കോർപ്പറേഷൻ്റെ ഭരണ നിലവാരം കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. എനിക്ക് മാത്രമല്ല, ഏതാണ്ട് എല്ലാ നഗരവാസികളുടെയും ഒരു ഫീലിങ്സാണ്. ഇന്നത്തെ കോർപ്പറേഷൻ്റെ സ്ഥിതിഗതികൾ അതീവ നാണം കെടുത്തുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് യോഗം ചേർന്നാലും അവിടെ കയ്യങ്കാളിയിലാണ് അവസാനിക്കുന്നത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്ന സംഭവങ്ങളാണ് കോർപ്പറേഷനിൽ ഇപ്പോൾ അനുദിനം നമുക്ക് കാണേണ്ടി വരുന്നത്, കേൾക്കേണ്ടി വരുന്നത്. ഒരു ഭരണപക്ഷമെന്ന് പറയുന്നത് അവർ പ്രതിപക്ഷത്തെയും കൂടെ വിശ്വാസത്തിൽ എടുത്തെങ്കിൽ മാത്രമേ ഭരണം നല്ല ദിശയിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇതിപ്പോൾ കോർപ്പറേഷൻ്റെ ഭരണരീതി കാണുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഭരണരീതിയുടെ അതേ ഒരു മോഡലാണ് കാണുന്നത്. അതായത് ഈ ഭരണം നിയന്ത്രിക്കുന്നതിന് പരിചയമുള്ള ആളല്ല ഇപ്പോൾ ആ കസേരയിലിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ നഗരവാസികളാണ്. എന്ത് അലിഗേഷൻ വന്നു കഴിഞ്ഞാലും അതൊരു പാർട്ടിയുടെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ എന്ത് കോമാളിത്തരവും കാണിക്കാമെന്നുള്ള ഒരു തൻ്റെ ഇടമാണ് ഇപ്പോഴത്തെ മേയർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പ്രായത്തിന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനിയെങ്കിലും ഈ ഭരണപക്ഷത്തിലിരിക്കുന്ന അവരുടെ നേതാക്കന്മാർ ഉടനടി ഒരു തീരുമാനമെടുത്ത് ഇതിനൊരു പരിഹാര മാർഗം കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ്റെ പ്രതിച്ഛായ അനുദിനം നശിക്കുന്നത് പോലെ അതിങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അത് പൂർവ്വസ്ഥിതിയിൽ എത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടണം. എന്ത് കോപ്രായത്തരങ്ങളും കാട്ടിക്കൂട്ടാമെന്നുള്ളൊരു ഹുങ്ക് ഇപ്പോഴിരിക്കുന്ന മേയറും കൂട്ടരും ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണയാണ് അവരെ ഇത്രയും ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ള ഒരു സ്റ്റേജിലെത്തിച്ചത്. അതുകൊണ്ട് ഈ നേതാക്കന്മാർ സാധിച്ചാൽ ഇമ്മീഡിയറ്റായിട്ട് ഇതിനൊരു തീരുമാനം കണ്ടെത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വളരെ വളരെ മോശമായൊരു സ്ഥിതിയിലേക്ക് കോർപ്പറേഷൻ എത്തപ്പെടും. നാം വിചാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു 100% എഫിഷ്യൻസി കോർപ്പറേഷൻ്റെ ഭരണ സംവിധാനത്തിൽ നിന്നും ലഭിക്കുന്നില്ല. എപ്പോഴും ഇവരുടെ മെയിൻ ജോബ് ഒരു യോഗം വിളിച്ചു ചേർത്താൽ അവിടെ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണം അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിലല്ല അവരുടേത്. ഇതിൻ്റെ മറവിൽ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ നിയമിക്കലും യാതൊരു മാനദണ്ഡങ്ങളും വിചാരിക്കാതെ സ്വന്തം ഇഷ്ടത്തിനോരോ കാട്ടിക്കൂട്ടുകളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴും ഈ പാർട്ടി കണ്ണടച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതായത് തലസ്ഥാനം ഭരിക്കുന്ന ഈ കൂട്ടർ അവരുടെ പാർട്ടി തന്നെയാണ് ഈ സ്റ്റേറ്റും ഭരിക്കുന്നത്. അപ്പോൾ ഈ കോർപ്പറേഷനിൽ എന്ത് ചെയ്താലും അത് സ്റ്റേറ്റ്സിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അവർക്ക് കിട്ടും. ആ സപ്പോർട്ടിൽ കൂടി തന്നെയാണ് അവർ ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ
എന്ത് കോപ്രായത്തരങ്ങളും ആർക്കും എപ്പോഴും കാട്ടിക്കൂട്ടാമെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഈ കോർപ്പറേഷൻ ഭരണം ഇപ്പോൾ നടത്തുന്നത്. സോ സാധിച്ചാൽ ഈ കോലാഹലങ്ങൾക്കൊരു അറുതി വരുത്തുക. ഈ CPM-കാരോട് പറയണം, ഇതിനൊരു പരിഹാരം കണ്ടെത്തുക. കഴിവുള്ള ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. അല്ല, കഴിവുള്ള ആരെയെങ്കിലും വിളിച്ച് ആ മേയറുടെ ചെയറിലിരുത്തുക. ഈ കുട്ടികളെയും മാറാത്ത കുട്ടികളെയൊക്കെ പിടിച്ച് ഈ സ്ഥാനത്തേക്ക് എത്തിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും കാണേണ്ടി വരും. നമുക്ക് നാണക്കേടാണ്. മറ്റുള്ള കോർപ്പറേഷനെയും മുനിസിപ്പാലിറ്റിയെയും അപേക്ഷിച്ച് ഏറ്റവും തരം താണ നിലവാരത്തിലോട്ട് കോർപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്ത് കോപ്രായത്തരം കാണിച്ചാലും ഈ പച്ചക്കൊടി കാണിക്കുന്ന ഈ നേതാക്കന്മാരെയും എന്തിനോട് ഉപയോഗിക്കാൻ പറ്റും? സോ ദയവ് ചെയ്ത് കഴിവതും എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഒന്ന് ശ്രമിച്ചാലും. ഞാൻ മുഖ്യമന്ത്രിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അങ്ങർക്ക് ഇതിനേക്കാൾ അപ്പുറം ആകപ്പാട് അങ്ങൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടി മുഖ്യമന്ത്രി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചീള് കേസിനൊന്നും അവർക്ക് ഇടപെടാൻ പറ്റില്ല. ഓരോരുത്തരും അവരുടേതായ ലാഭത്തിന് വേണ്ടി ഓടി നടന്ന് ഓരോന്ന് ചെന്ന്, കാരണം ഇവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണെന്ന് അവർ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഈ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൊയ്യാമെങ്കിൽ അത് വേണ്ടി മാത്രമാണ് ഓരോ വ്യക്തികളും ബന്ധപ്പെട്ടവരും ശ്രമിക്കുന്നത്. അവർ പബ്ലിക്കിനെ ഒന്നും വലിയ കാര്യമാക്കുന്നില്ല. പബ്ലിക് അവർക്കൊരു പ്രശ്നമില്ല. ഭരണം കയ്യിലുള്ളപ്പോൾ അവർക്ക് എന്ത് തോന്നിയാസത്തിനും കാണിക്കാം, എന്ത് ഗുണ്ടായിത്തരവും കാണിക്കാം, എന്തും പ്രദർശനം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരിക്കൽ കൂടി പറയുന്നു, കേരളത്തിൻ്റെ ഈ അനന്തപുരിയുടെ പ്രതിച്ഛായ തകർക്കാതിരിക്കുക. നിങ്ങൾ മാക്സിമം തകർത്തു, ഇനിയും അതിന് കൂടുതൽ തകർക്കാതിരിക്കാൻ ശ്രമിച്ചാലും അപേക്ഷിക്കുകയാണ്. ഒരു ഉചിതമായ തീരുമാനം ഉടൻ തന്നെ എടുത്താലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.